അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഖത്മുൽ ഖുർആന്റെ ക്ലാസ് ആണ്, പാർട്ട് 43. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة. പ്രിയമുള്ളവരെ, സൂറത്തുൻ നിസാഇന്റെ തുടക്കമാണ് നമ്മുടെ ക്ലാസ്. 43 ആണെങ്കിലും സൂറത്തുൻ നിസാ അതിന്റെ തുടക്കമാണ്. അലിമ്രാൻ സൂറത്ത് കഴിഞ്ഞു, ബഖറ സൂറത്ത് കഴിഞ്ഞു. ഈ മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ തുടക്കമുള്ള ക്ലാസ്സുകളൊക്കെ വളരെ വിശദമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ട കാര്യങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ഉള്ള മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്ലാസ്സാണ്. അപ്പൊ തുടക്കത്തിലുള്ള ക്ലാസ്സുകൾ മുഴുവനും കേൾക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഖത്മ് തീർക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, തുടക്കം മുതൽ തന്നെ ഓരോ ക്ലാസ് കേട്ടുകൊണ്ട് എന്ത് ചെയ്യുക, പൂർത്തിയാക്കുക. ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീരുന്ന രൂപത്തിലുള്ള ക്ലാസ് ആണ്. അല്ലാഹു തആല പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല പല ആളുകൾക്കും, പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾ, സഹോദരന്മാർക്കൊക്കെ വിശുദ്ധ ഖുർആൻ ഓതുമ്പോഴും ചെറിയൊരു ഭയമാണ്. പക്ഷേ ഇത് എന്തെങ്കിലും ആയി പോകുമോ എന്നുള്ള ബേജാറ്. അങ്ങനെ ഒന്നും ഒരു വിഷയവും വരില്ല. നമ്മുടെ ക്ലാസ് കേൾക്കുന്നതോടുകൂടെ ഏകദേശം കുറെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കും എന്ന ഉറപ്പുണ്ട്. അപ്പോൾ ക്ലാസ് കേൾക്കുക, അതനുസരിച്ച് ഓതുക, നമ്മുടെ കൂടെ ഓതണം. വീണ്ടും വീണ്ടും ആവർത്തിച്ച് എത്ര പ്രാവശ്യം ആവർത്തിക്കാൻ കഴിയുമോ അത്രയും പ്രാവശ്യം ആവർത്തിക്കുക. ഇൻഷാ അല്ലാഹ് തുടങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. തുടക്കത്തിൽ യാ അയ്യുഹൻ നാസു ഇത്തഖൂ റബ്ബകുമുല്ലദീ. മദ്ദുണ്ട്, മദ്ദ് മുൻഫസിലാണ്. ശദ്ദുള്ള നൂനുണ്ട്, ശദ്ദുള്ള നൂന് പഠിക്കണം, നമുക്കറിയുന്നതാണ്. കൂട്ടി വായിക്കുമ്പോൾ യാ അയ്യുഹൻ നാസു ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും ربكم الذي خلقكم من نفس واحدة خلقكم. സുക്കൂനുള്ള മീമിന്റെ ശേഷം മീം വന്നു. ഇത് ബിഗുന്നയാണ്. മീമിന്റെ നിയമങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം, നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. സുക്കൂനുള്ള മീമിന്റെ ശേഷം 3 നിയമങ്ങളാണ്. മീമിന്റെ ശേഷം മീമ് വന്നാൽ ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മീം ഉച്ചരിക്കൂല, രണ്ടാമത്തെ മീമ് കുറച്ച് കട്ടിയായിട്ടും മണിക്കൂലോടുകൂടെ ഉച്ചരിക്കാം. ഇദ്ഗാമും ബിഗുന്നയാണ്. ഇതുപോലെ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ മീമ ഉച്ചരിച്ചുള്ളൂ. ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. അപ്പൊ ആദ്യത്തെ മീമ പറഞ്ഞില്ല, ഉച്ചരിച്ചില്ല, ഉച്ചാരത്തിൽ വന്നില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ആദ്യത്തേന് രണ്ടാമത്തിലേക്ക് കൊടുത്തു, അപ്പോൾ അത് കട്ടി കൂടി മണിക്കുകയും ചെയ്യണം. മീമിന് ശ്രദ്ധ ഉണ്ടെങ്കിൽ എപ്പോഴും മണിക്കണം. മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫ ചെയ്യണം, മറച്ച് മണിക്കണം. ഒഴിവാക്കൂല, മീമിനെ ഒഴിവാക്കൂല, മറച്ച് മണിക്കുക. ബാക്കിയുള്ള ഏത് അക്ഷരം, 26 അക്ഷരത്തിൽപ്പെട്ട ഏത് സുക്കൂനുള്ള മീമിന്റെ ശേഷം ബാക്കി ഏത് വന്നാലും മീം വ്യക്തമായിട്ട് ഉച്ചരിക്കണം. അതൊന്ന് ശ്രദ്ധിക്കുക. സുക്കൂനുള്ള മീമായിരിക്കണം. അതിന്റെ നിയമം പറഞ്ഞ് ഖലഖകും മിൻ നഫ്സിൻ വാഹിദ.
ഖലഖകും ഖലഖ ക ഖ ക ഒന്ന് ഖ ല മറ്റൊന്ന് കു പുള്ളിയുള്ളതാണ് ഖ ഖ ഖ ക രണ്ടും മാറ്റുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കണം وخلق منها زوجها وبث منهما رجالا كثيرا ونساء നമ്മുടെ ക്ലാസ് കൂടുതൽ വിശദീകരിക്കുന്നില്ല മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തിരിയുന്നതാണ് എങ്കിലും അല്പം ചില കാര്യങ്ങളൊക്കെ പറയും ഇവിടെ നിർത്തിയപ്പോ ഒന്ന് ശ്രദ്ധിച്ചില്ലേ തെൻവീൻ ഫത്ത് ആണ് തെൻവീൻ ഫത്ത് നിർത്തുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിജാല ഇങ്ങനെ നിർത്തുക റിജാലൻ എന്നുള്ള നിർത്തുമ്പോ റിജാല നിർത്തുന്ന അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം നീട്ടാനുള്ളതും തെൻവീൻ ഫത്തുള്ളതും ഹാത്താവും ഹാത്തായിനെ എപ്പോഴും ഹാത്ത ആണ് ഉള്ള അവസാനം വന്നെങ്കിൽ അതിനെ അവസാനം വഖഫ് ചെയ്യുമ്പോൾ ഹാത്താവ് മാറിയിട്ട് സുക്കൂനുള്ള ഹ ആയിട്ട് മാറും ഹാഇന് സുക്കൂൻ അല്ലേ ആ രൂപത്തിലേക്ക് മാറും ബാക്കിയുള്ള നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടുകയും ചെയ്യും തെൻവീൻ ഫത്ത് ഉള്ള സ്ഥലത്ത് അവിടെയും തെൻവീൻ ഫത്തോട് കൂടെയാണ് പറയണത് റിജാല അവിടെ നീട്ടിയിട്ട് നിർത്തുക റിജാല റിജാലൻ എന്ന തെൻവീനാണുള്ളത് നിർത്തുമ്പോ റിജാല റിജാലൻ കസീറ അവിടൊക്കെ അലിഫുണ്ട് അല്ലെ കസീറ വനിസാഅ അവിടെയും അങ്ങനെ തന്നെയാണ് നിർത്തേണ്ടത് തെൻവീൻ ഫത്ത് ആണ് തെൻവീൻ ഫത്ത് എപ്പോഴും ആ രൂപത്തിലാണ് നിർത്തേണ്ടത് ഹാത്താവിന് മാറ്റുണ്ടാവും ഹാത്താവ് സുക്കൂനായിട്ട് മാറും പിന്നെന്തെയും ഹാത്താവിന്റെയും മാറിയിട്ട് സുക്കൂനുള്ള ഹ ആയിട്ട് മാറും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തെൻവീൻ ഫത്ത് ഈ രൂപത്തിലാണ് പറയേണ്ടത് റിജാല നിർത്തുകയാണെങ്കിൽ നിർത്തുക എന്ന് പറയുമ്പോ അപ്പോഴും കൺഫ്യൂഷൻ വരും എന്താ ഈ ഓത്ത് നിർത്തലാണ് അല്ല നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ ശ്വാസം വിടാൻ വേണ്ടി നിർത്തല്ലോ ഉദാഹരണത്തിന് അപ്പൊ മനസ്സിലായല്ലോ ഇവിടെ ഞാൻ ശ്വാസം വിടാൻ വേണ്ടി നിർത്തി അപ്പൊ റിജാല ആ രൂപത്തിലാണ് നിർത്തേണ്ടത് തെൻവീൻ ഫത്ത് ഉള്ളോടത്ത് അങ്ങനെയാണ് നിർത്തേണ്ടത് മിൻഹുമ അവിടെ നീട്ടാനുണ്ട് മിൻഹുമ അവിടെ അങ്ങനെ തന്നെ നിർത്തേണ്ടത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സുക്കൂനാണ് കൊടുക്കേണ്ടത് അവസാനത്തെ അക്ഷരത്തെ അവിടെ നിർത്തിയപ്പോ ശ്രദ്ധിച്ചില്ല ഹാഇന് സുക്കൂൻ കൊടുത്തു واتقوا الله الذي تساءلون അവിടെ നിർത്തിയപ്പോ നൂനിന് സുക്കൂനാണ് കൊടുത്തത് നൂനിന്റെ സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമാണ് തസാഅലൂൻ നൂനിന്റെ സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ളതായപ്പോ തസാഅലൂൻ നൂനിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ളപ്പോ കുറച്ച് അല്പം നീട്ടുക പക്ഷെ നീട്ടിയാലും അവസാനം സുക്കൂനാണ് അല്ലേ ലൂൻ കാരണം തെൻവീൻ ഫത്ത് അല്ല നീട്ടാനുള്ള സ്ഥലവുമല്ല ഹാത്താവുമല്ല അല്ലേ അപ്പൊ അവിടെയൊക്കെ സുക്കൂനാണ് ചെയ്യുന്നത് ബിഹി എന്നുള്ള ബിഹി തസാഅലൂന ബിഹി വൽ അർഹാം മീമിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ളതായതുകൊണ്ട് അവിടെ പുതിയൊരു മദ് ഉണ്ടാവുകയാണ് ആ മദ്ദിന്റെ പേരാണ് മദ് ആരിദ് നമ്മളിപ്പോ പറഞ്ഞ വിഷയം അവസാനത്തെ അക്ഷരം സുക്കൂൻ ചെയ്യണം എന്നുള്ള മീമിന് സുക്കൂൻ കൊടുത്തു തുടക്കത്തില് ഒന്ന് ചെറിയൊരു വിശദീകരണം ഉണ്ടാവും ബാക്കി ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ പോകലായിരിക്കും അപ്പൊ അതൊന്ന് തുടക്കത്തിലുള്ള ഒന്ന് ശ്രദ്ധിക്കാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ തൻവീൻ ഫത്ത് ആണ് തൻവീൻ ഫത്ത് നിർത്തേണ്ടത് റഖീബ നമുക്കൊന്ന് ഓതി തുടക്കത്തിൽ ഒന്ന് ഓതി നോക്കാം
يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة അടുത്ത ശ്രദ്ധിച്ചില്ലേ? ഹാത്താ മാറിയപ്പോ സുക്കൂനുള്ള ഹാ ആയിട്ട് പറയുന്നത് വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. രണ്ടാമത്തെ ആയത്ത് വആതുൽ യതാമ നിർത്തണമെങ്കിൽ യതാമ നിർത്തുന്നില്ലെങ്കിൽ പിന്നെ മദ് വരും. വആതുൽ ഇവിടെ ശ്രദ്ധിക്കുക, വആതു എന്നാണുള്ളത്. വആതു ഈ സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വആതു അങ്ങനെയല്ല, ഞാത്താന്നാണെങ്കിൽ നീട്ടാൻ ആത്ത എന്നാണെങ്കിൽ അലിഫാണുള്ളതെങ്കിൽ, ആത്തി എന്നാണ് യാ ആണുള്ളതെങ്കിൽ അപ്പോഴും എങ്ങനെ വായിക്കുക? ആത്തൂൽ എന്നല്ല വായിക്കുക, ആത്തുൽ. കാരണം ശേഷമുള്ള ലാമിന് സുക്കൂനാണ്, തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ളത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞ രണ്ടിനും സുക്കൂനാണ്, രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരൂല. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ വാവ് ഒഴിവാക്കലാണ്. വാവ് അല്ലെങ്കിൽ അലിഫ് അല്ലെങ്കിൽ യാ. ആത്തൂൽ എന്നല്ല, ആത്തുൽ. ആത്താൽ എന്നാണെങ്കിൽ ഇങ്ങനെ ആത്തൽ. ആത്തീൽ എന്നാണെങ്കിൽ ആത്തിൽ. ആ നീട്ടാനുള്ള ഒഴിവാകും. ഷദ് വന്നാലും അങ്ങനെ തന്നെയാണ്, ഷദ് വന്നാലും അങ്ങനെ തന്നെയാണ്. അശംസു എന്നാണ് അല്ലെ, ഇതാ അശംസു എന്നാണല്ലേ കൂട്ടി വയ്ക്കുമ്പോ ഇദശംസു കുവ്വിറത് അല്ലെ. നമ്മൾ സാധാരണ ഇങ്ങനെ ഇതാ ശംസു എന്ന് വായിക്കണില്ല, ഇതാ. നേരെ മറിച്ച് ഇദാ സുൽസിലത്തി അവിടെ എന്തില്ല, അവിടെ അങ്ങനെ തന്നെ വന്നു. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. കാരണം ഇതാ കഴിഞ്ഞിട്ട് പിന്നെ സൂ എന്നുള്ളതാണ്, സുക്കൂനല്ല. അപ്പൊ സുക്കൂൻ ഉണ്ടെങ്കിലേ വരുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ചില പദങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ശരിയാവും, പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ അത് അറിയാതെ നീട്ടി പോകും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ചില പദങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വേറെയും സ്ഥലങ്ങളിലൊക്കെ വരുന്നോണ്ട് അങ്ങനെ കേട്ട് കേട്ട് പരിചയം ഉണ്ടായത് കൊണ്ട് തുല്യതാമെന്ന് ഓതും. എന്നാൽ ഇതുപോലെയുള്ള മറ്റു പദങ്ങൾ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മളത് ക്ലിയർ ആക്കി ഓതുകയും ചില സമയത്ത് അത് നീട്ടിയിട്ടൊക്കെ ഓതും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക, അതിനു വേണ്ടിയാ പറഞ്ഞത്. നേരത്തെ പറഞ്ഞു സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമും ബാഉം അല്ലാത്ത വാക്ക് ഏത് വന്നാലും ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ചെയ്യണം. അംവാലഹും എന്നല്ല, അംവാലഹും എന്നല്ല, അംവാലഹും വലാ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ്. ബാഇന് കസ്റ നിർത്തിയപ്പോൾ ബാഇന് സുക്കൂൻ കൊടുത്തു. ولا تأكلوا أموالهم إلى أموالكم വാവും ഫാവും ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇദ്ഹാർ തന്നെയാണ് നിയമം. 26 അക്ഷരങ്ങൾ മീമും ബാവും അല്ലാത്ത ബാക്കി 26 26 അക്ഷരങ്ങൾ മുഴുവനും ഇദ്ഹാർ അക്ഷരമാണ്. മീമിന്റെ നിയമമാ പറഞ്ഞത്. ഇന്നഹു കാന ഹൂബൻ കബീറാ. ഇന്നഹു ശദ്ദുള്ള നൂന് ഹൂ എന്നുള്ള നീട്ടാനുള്ള ചിഹ്നമുണ്ട്. ചിഹ്നം വരാൻ കാരണം തൊട്ട് മുമ്പുള്ള അക്ഷരം തൊട്ട് ശേഷമുള്ള അക്ഷരം സുക്കൂനില്ല. ഇന്നഹു കാന ഹൂബൻ കബീറാ. തൻവീൻ ഫത്ഹാണ്. ഇന്നഹു കാന ഹൂബ. തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ഹിനെ നിർത്തേണ്ടത് ഹൂബൻ എന്നല്ല, ഹൂബ എന്നല്ല, ഹൂബ. ഒരു അലിഫ് നീട്ടുക. حوبا كبيرا. وآتوا اليتامى أموالهم ولا تتبدلوا الخبيث بالطيب. നേരത്തെ പറഞ്ഞല്ലോ
ولا تتبدلوا الخبيث بالطيب ولا تأكلوا أموالهم إلى أموالكم إنه كان حوبا كبيرا. وإن خفتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع فإن خفتم. നൂനിന്റെ നിയമങ്ങൾ ഓർമ്മയിലുണ്ടാകണം. നൂനിന്റെ നിയമങ്ങൾ നൂന് അല്ലെങ്കിൽ തൻവീന് രണ്ടും ഒരു നിയമമാണ്. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ അല്ലെങ്കിൽ തൻവീന്റെ ശേഷം ബ വന്നാൽ നൂന് അല്ലെങ്കിൽ തൻവീന് മാറ്റിയിട്ട് മീമാക്കി കൊടുക്കണം. നൂനിന്റെ സ്ഥാനത്ത് മീമ്, സുക്കൂനുള്ള നൂനിന്റെ സ്ഥാനത്ത് സുക്കൂനുള്ള നൂനാ പറഞ്ഞ് സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ ആ നൂനിന്റെ സ്ഥാനത്ത് മീമായി കൊടുക്കണം. മീമ് എങ്ങനെയാണ് വരിക? അപ്പൊ അതുപോലെ ഉച്ചരിക്കാം. അവിടെ ചിഹ്നം ഉണ്ടാവും. നൂനിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു മീമിന്റെ ചിഹ്നം ഉണ്ടാവും. അതിനർത്ഥം നൂന് മാറ്റിയിട്ട് മീമാക്കി ഉച്ചരിക്കണം. ആ നൂന് എന്ന അക്ഷരം നമ്മൾ മാറ്റാൻ പാടില്ല. ഖുർആനിലെ ഒരു സാധനം നമ്മൾ തൊടാൻ പാടില്ല. ഓതേണ്ട രൂപങ്ങളാണ് ആ പറഞ്ഞത്. അപ്പോൾ നൂനിന്റെ ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി മീമായി കൊടുക്കുക. നൂനിന് ശേഷം ലാമോ റോ വന്നാൽ നേരെ നൂനിനെ ലാമിലേക്ക് അല്ലെങ്കിൽ റായിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. നൂനും തൻവീനും ഉച്ചരിക്കൂല. ഇനി നൂനിന്റെ ശേഷം നൗമി, നൂന്, വാവ്, മീമ്, യായ് എന്നീ അക്ഷരങ്ങൾ വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുന്നതിന് പുറമെ മണിക്കുകയും ചെയ്യാം. പിന്നെ നൂനിന്റെ ശേഷം ഹംസ, ഐന്, റായിന് എന്നീ അക്ഷരങ്ങൾ ഏതെങ്കിലും വന്നാൽ അവിടെ ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. അതുപോലെ ഫഇൻ ഖിഫ്തും, നൂനിന്റെ ശേഷം സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഖി എന്ന ഖ വന്നു. ഹംസ, ഐന്, റായിന് ഇവിടെ ഖ വന്നു. ഹൽക്കിന്റെ അക്ഷരം എന്ന് പറയും. ഹൽക്കിന്റെ അക്ഷരം തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങള്. അപ്പൊ ഇവിടെ അങ്ങനെ വന്നതുകൊണ്ട് ഇദ്ഹാർ ചെയ്യണം, നൂന് വ്യക്തമായിട്ട് പറയണം. എന്തേ കാരണം? ശേഷമുള്ള ഇദ്ഹാറിന്റെ അക്ഷരമാണ് ഫഇൻ ഖിഫ്തും. فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم فواحدة. അവിടെ നിർത്താണെങ്കിൽ ഫവാഹിദ മാറി ഹാ ആയിട്ട് മാറി. ഹാ അതിന് സുക്കൂനുള്ളത് പോലെ അവിടെ നിർത്തുന്നില്ല എങ്കിൽ ഫവാഹിദതൻ ഔ മാ മലകത് ഐമാനുകും. ഔ ലേ ഹംസ വന്നു, തൻവീന് ശേഷം ഹംസ വന്നു. അപ്പൊ ഇദ്ഹാർ ചെയ്യണം. ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ, ഇതാണ് ഹംസ. ذلك أدنى ألا تعولوا. ഒന്നുകൂടെ وإن അവിടെ ഇദ്ഹാർ ചെയ്യണം. ഖ ആണല്ലേ. وإن خفتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم من النساء. ലക്കും ഇതാവും ബിഗുന്നയാണ്. ലക്കും മിനൻ നിസാഇ മസ്ന വസുലാസ വറുബാ. فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم ذلك أدنى ألا تعولوا മതി, നീട്ടണ്ട. തഊലൂന എന്ന് പറഞ്ഞ് നീട്ടരുത്. ചിലപ്പോൾ അങ്ങനെ ആയി പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാം. തഊലു അവിടെ നീട്ടണം. എങ്ങനെ? ആ നൂന് വരാൻ പാടില്ല എന്നുള്ളു. നൂന് ഇവിടെ ഇല്ലല്ലോ. പക്ഷേ എന്ത് ചെയ്യും? അറിയാതെ വന്നു പോകാൻ സാധ്യതയുണ്ട്. തഊലു അങ്ങനത്തെയാണ് നിർത്തേണ്ടത്. കാരണം നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അല്ല തഊലു. നാലാമത്തെ ആയത്ത് വആതു നിസാഅ സദഖാതിഹിന്ന നിഹ്ല.
അവിടെ ഇങ്ങനെ വആതു എന്നാണുള്ളത്. പക്ഷെ കൂട്ടി വയ്ക്കുമ്പോ വആതുന്നി ശബ്ദമുള്ള നൂനാണ് മണിക്കണം. വആതുന്നിസാ മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നത് അതേ വാക്കിലാണെങ്കിൽ മദ് മുത്തസിലാണ്. നിസാ അപ്പോ നീട്ടാനുള്ള അക്ഷരം വന്നു, നിസാ അലിഫ് വന്നു, അതിന്റെ ശേഷം ഹംസ വന്നു അതേ വാക്കിലാണ്, മദ് മുത്തസിലാണ് ചേർന്ന് വന്ന്. وآتوا النساء صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا فكلوه هنيئا مريئا. ഇവിടെ മദ്ദിന്റെ മദ് മുത്തസിലാണ്, പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നീട്ടേണ്ടതാണ്. നഫ്സൻ ഫകുലൂഹു അൻ ശൈ അവിടെ എന്താണ് നൂനിന് ശേഷം ഷീനൊന്ന് ഇഖ്ഫാ ചെയ്യണം. ബാക്കി നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ അക്ഷരത്തിൽ പെടാത്ത ബാക്കി 15 അക്ഷരങ്ങൾ അതൊക്കെ എന്താണ് ഇഖ്ഫാന്റെ അക്ഷരങ്ങളാണ്. നേരത്തെ പറഞ്ഞ അക്ഷരങ്ങൾ ബ, ലാം, റാ, നൗമി, ഹംസ, ഹ, ഖ, ഐൻ, ഖൈൻ, ഹംസ, ഹ, ഖ, ഐൻ, ഖൈൻ. ഇതല്ലാത്ത ബാക്കി 15 അക്ഷരങ്ങളുണ്ട്. ആ 15 അക്ഷരങ്ങളും എന്താണ് ഇഖ്ഫാന്റെ അക്ഷരമാണ്, അക്ഷരത്തിൽ പെട്ടതാണ്. അതിന് ശേഷം ഷൈഇൻ മിൻഹു തൻവീന് ശേഷം മീമ് വന്നു, നൗമി, നൂന്, വാവ്, മീമ്, യാ. അപ്പൊ പിന്നെ ഷൈഇൻ മിൻഹു എന്ന് പറയില്ല, ഷൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു. ഇവിടെ നിർത്തിയപ്പോ ഹ എന്ന് സുഖം കൊടുത്തോട്ട് മുമ്പ് നീട്ടാനുള്ളതാണ്. അപ്പോ ഫകുലൂഹു ഫകുലൂഹു ഹനീഅം മരീഅ ഹനീഅം മരീഅ ഫകുലൂഹു ഹനീഅം മരീഅ. ഇവിടെ ഫകുലൂഹു എന്ന ഹു എന്ന് നീട്ടിയില്ല. എന്തേ കാരണം? ചില സ്ഥലത്തേക്ക് നീട്ടാനുള്ള ചിഹ്നം ഉണ്ടാവില്ല. ഇവിടെ നീട്ടാതിരിക്കാനുള്ള കാരണം എന്താ? ഹാന്റെ തൊട്ട് മുമ്പ് സുക്കൂന് വന്നു, ഹാന് ശേഷമുള്ളത് ഹ എന്നുള്ളതാണ്. അപ്പൊ അവിടെ സുക്കൂൻ ഇല്ല. തൊട്ട് മുമ്പുള്ളത് വാവാണ്, വാവിന് ഒന്നുമില്ല, വാവിന് ഒന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ സുക്കൂനാണ്. അപ്പൊ മുമ്പ് സുക്കൂൻ ഉണ്ടായത് കൊണ്ടാണ് ഹു എന്നത് നീട്ടാതിരുന്നത്. ഒന്നുകൂടെ وآتوا النساء صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. അഞ്ചാമത്തെ ആയത്ത് ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما ولا تؤتوا السفهاء أموالكم التي جعل الله. കൂട്ടി വായിക്കണം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടണമെങ്കിൽ താഴെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമ്മളെ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും തീർക്കാൻ കഴിയുന്നതാണ്. വാട്സപ്പിൽ ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്ത് വെക്കുക. കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഈ വലിയ വിശുദ്ധ ഖുർആൻ നമ്മളെ സംബന്ധിച്ച് ചെറിയ ക്ലാസ് ആണെങ്കിലും വിശുദ്ധ ഖുർആനാണ് പാരായണം ചെയ്യുന്നത്. അതിന്റെ മഹത്വം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ, ആരെങ്കിലൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ എന്നൊക്കെ പ്രതിഫലം എന്നെ സംബന്ധിച്ച് എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടെ നല്ല നിയ്യത്തോടുകൂടെ
ആത്മാർത്ഥതയോടുകൂടെ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, പഠിക്കുക, വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യുക. ഇത് കാരണമായിട്ട് നാളെ ഒരുമിച്ച് കൂടുക. അല്ലാഹു തആല അതിനൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ വലിയ പവിത്രമായ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് പരിശുദ്ധ റജബ് മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. അല്ലാഹു തആല ഈ റജബും ശഅബാനിലൊക്കെ അല്ലാഹു തആല നമുക്ക് എല്ലാ നിലക്കും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. വരുന്ന റമളാനൊക്കെ വേണ്ടതുപോലെ സ്വീകരിക്കാനുള്ള ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا. വസ്ലിന്റെ ഹംസയാണ് വാവിന്റെ ശേഷമുള്ളത്. വസ്ലിന്റെ ഹംസ എന്ന് പറഞ്ഞ് ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല. അപ്പോ വബ്തലുൽ യതാമ ഹത്താ ഇദാ ബലഗുൻ നിക്കാഹ്. ഹൈന സുക്കൂനെ തൊട്ട് മുമ്പുള്ള അരിഫ് നീട്ടാനുള്ള അരിഫ് ഒന്നും അത് ആരിലാണ്. ഹായിന് സുക്കൂൻ കൊടുത്തു. വഖഫ് ചെയ്യുമ്പോൾ ഹായിന് സുക്കൂൻ ചെയ്യണം. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. فإن آنستم منهم رشدا فادفعوا إليهم أموالهم ولا تأكلوها إسرافا. നമ്മുടെ കൂടെ ഓതുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഓതി നോക്കണം. ഓതാൻ കഴിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ ഒന്ന് കേൾക്കുക. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യണം, ഓതി നോക്കണം, മാറ്റം വരുത്തണം. മാറ്റം വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഈ നിയമങ്ങൾക്ക് ശ്രദ്ധയുള്ള നൂന് ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യാം. ولا تأكلوها إسرافا وبدارا أن يكبروا. ഇവിടെ ഇസ്രാഫൻ എന്നാണുള്ളത്. തൻവീനേശം വാ വന്നു. എന്നാ വെളിവാക്കാൻ പറ്റുമോ? ഇല്ല. ഇസ്രാഫൻ വബിദാറൻ അവിടെ വെളിവാക്കണം. ശേഷമുള്ളത് ഹംസയാണ്. എന്നാൽ ഇസ്രാഫൻ എന്നതിന് ശേഷമുള്ളത് വാവായത് കൊണ്ട് നൗമിയാണ്, ഇദ്ഗാം ബിഗുന്നയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ആയിരിക്കണം. ولا تأكلوها إسرافا وبدارا أن يكبروا. വന്നു. ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങള് നൗമി, നൂന്, വാവ്, മീമ്, യാ. ഇദ്ഗാം ബിഗുന്നയാണ്. കൂട്ടി യോജിപ്പിക്കുക, മണിക്ക. അയ്യ കൂട്ടി യോജിപ്പിച്ചു. അയ്യക്ബറു മണിക്കുകയും ചെയ്തു. അയ്യക്ബറു. വമൻ കാന ഗനിയൻ ഫൽയസ്തഅഫിഫ്. ومن كان غنيا فليستعفف. തൻവീനേശം ഭാവം ഇഖ്ഫായാണ്. غنيا فليستعفف. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നൂന് അൻ എന്ന് പറയുമ്പോൾ നാവിന്റെ തലഭാഗം മേലെ ഭാഗത്ത് തട്ടുന്നുണ്ടല്ലോ, അൻ. എന്നാൽ തട്ടാത്ത രൂപത്തിൽ പറയുക, അതിന്റെ അടുത്ത് പോയിട്ട് നിൽക്കുക. ഐ. പിന്നെ വമൻ കാന ഗനിയ, ومن كان غنيا فليستعفف. ومن كان فقيرا فليأكل بالمعروف. فإذا دفعتم إليهم أموالهم فأشهدوا عليهم وكفى بالله حسيبا. وابتلوا اليتامى حتى إذا بلغوا النكاح فإن آنستم منهم رشدا
فادفعوا إليهم أموالهم ولا تأكلوها إسرافا وبدارا أن يكبروا ومن كان غنيا فليستعفف ومن كان فقيرا فليأكل بالمعروف فإذا دفعتم إليهم أموالهم فأشهدوا عليهم وكفى بالله حسيبا للرجال نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا للرجال نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا. وإذا حضر القسمة أولو القربى واليتامى والمساكين فارزقوهم منه وقولوا لهم قولا معروفا وإذا حضر القسمة أولو القربى واليتامى والمساكين فارزقوهم منه وقولوا لهم قولا معروفا. تنوين فتح معروفا قولا تنوين فتح فتح നൗമി നൂന് വാവ് മീമ് യാ എന്നിവ വന്നാൽ കൂട്ടി യോജിപ്പിക്കാൻ മണിക്കാൻ ഖൗലം മഅറൂഫാ. وليخشى الذين لو تركوا من خلفهم ذرية ضعافا خافوا عليهم فليتقوا الله وليقولوا قولا سديدا. وليخشى الذين لو تركوا من خلفهم ذرية ضعافا خافوا عليهم فليتقوا الله وليقولوا قولا سديدا. تنوين شمسين وإخفاء أكشر قولا سديدا. إن الذين يأكلون أموال اليتامى ظلما إنما يأكلون في بطونهم نارا وسيصلون سعيرا. إن الذين يأكلون أموال اليتامى ظلما إنما يأكلون في بطونهم نارا وسيصلون سعيرا.
വസയസ്ലൗന സഈറാ തൻവീൻ ഫത്താണ് 11ാമത്തെ ആയത്ത് യുസ്ഖീകുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദകരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ فإن كن نساء فوق 2 فلهن ثلثا ما ترك وإن كانت واحدة فلها النصف ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد فإن لم يكن له ولد وورثه أبواه فلأمه الثلث فإن كان له إخوة فلأمه السدس من بعد وصية നൂനിന്റെ ശേഷം ബാ വന്നു. നേരത്തെ പറഞ്ഞു നൂനിന്റെ നിയമങ്ങൾ. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബാ വന്നാൽ നൂനിനെ മാറ്റിയിട്ട് മീമായി കൊടുക്കണം. നൂനിന്റെ സ്ഥാനത്ത് മീമായി കൊടുക്കണം. അതാണ് ആ ചിഹ്നമുള്ളത്. നൂനിന് തൊട്ട് മുകളിലായിട്ട് മീമിന്റെ ചിഹ്നമുണ്ട് അല്ലേ? മിൻ ബാദി വസിയത്തി മീൻ എന്നുള്ള മിം മിൻ ബാദി വസിയ من بعد وصية يوصي بها أو دين മദ്ദക്ഷരമാണ്. മദ്ദുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഔ എന്ന അടുത്ത വാക്കിലാണ് ഹംസ വന്നത്. മദ് മുൻഫസിലാണ്. ഇവിടെ നിർത്തിയപ്പോൾ ശ്രദ്ധിച്ചോളെ ദൈൻ. ഇവിടെ ഏതാ നിയമം നമുക്കറിയാലോ അല്ലേ? എന്താണ് അവസാനം സുക്കൂന് തൊട്ട് മുമ്പുള്ള യാന് സുക്കൂന്, അസിലിയായ സുക്കൂന്, ഒറിജിനൽ അവിടെ സുക്കൂനുള്ള ചിഹ്നമുണ്ട്. തൊട്ട് മുമ്പ് ഫത്ഹ് ഇങ്ങനെയുള്ള സ്ഥലം ദൈൻ ഖൈർ. മദ് ലീന് വരും. മദ് ലീനിന്റെ അക്ഷരങ്ങൾ സുക്കൂനുള്ള യാ, സുക്കൂനുള്ള വാവ്, തൊട്ട് മുമ്പ് ഫത്ഹ്, അവസാനം സുക്കൂന്. ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ദൈൻ ഖൈർ നൗം. അപ്പൊ അവിടെ മദ് ലീന് വരുന്നതാണ്. ഒന്ന് ചെറിയ നിലക്ക് നീട്ടിയാൽ ദൈൻ. ദൈന് എന്നല്ല, ദൈൻ അല്ല, ദൈൻ. آباؤكم وأبناؤكم لا تدرون أيهم أقرب لكم نفعا آباؤكم മുത്തസ്സിലാണ്. وأبناؤكم അവിടെയും ശ്രദ്ധിക്കണം. സുക്കൂനുള്ള മീമുണ്ട്, ഇദാറ് ചെയ്യണം. وأبناؤكم لا تدرون أيهم أقرب لكم نفعا فريضة من الله إن الله كان عليما حكيما. ഇവിടെ തൻവീന്റെ ശേഷം ഹ ഒന്ന് ഇദാറിന്റെ അക്ഷരമാണ്. ഹംസ ഹ ഐന് ഗൈന് ഹ വന്നു. അലീമൻ ആ നല്ല ഹൽക്കിന്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് മധ്യഭാഗത്ത് നിന്ന് വരേണ്ട അക്ഷരമാണ് ഹ. അലീമൻ ഹകീമ ഹകീമ. ഒന്ന് ഓതി നോക്കി. يوصيكم الله في أولادكم للذكر مثل حظ الأنثيين.
فإن كن نساء فوق 2 فلهن ثلثا ما ترك وإن كانت واحدة فلها النصف ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد فإن لم يكن له ولد وورثه أبواه فلأمه الثلث فإن كان له إخوة فلأمه السدس من بعد وصية يوصي بها أو دين آباؤكم وأبناؤكم لا تدرون أيهم أقرب لكم نفعا فريضة من الله إن الله كان عليما حكيما. ولكم نصف ما ترك أزواجكم إن لم يكن لهن ولد فلكم ولكم نصف ما ترك ولكم نصف ما ترك أزواجكم إن لم يكن إلم നൂനിന്റെ ശേഷം ലാമ് റാ വന്നാൽ തൻവീന്റെ ശേഷം ലാമ് റാ വന്നാൽ കൂട്ടി യോജിപ്പിക്കുക. നൂന് ഉച്ചാരണത്തിൽ ഇല്ല. ഇല്ലം യകുല്ല യകുല്ലഹുന്ന വലദ് ഇല്ല എന്ന് പറയണ്ട, യകുന്ന് പറയണ്ട, യകുല്ല. നൂന് ഇല്ലാത്തതുപോലെ തന്നെ പറയാം. ما ترك أزواجكم إن لم يكن لهن മണിക്കല് തീരെ വരാൻ പാടില്ല. إن لم يكن لهن ولد ശ്രദ്ധയുള്ള നൂന് അവിടെ മണിക്കണം. فإن كان لهن ولد فلكم الربع مما تركن ശ്രദ്ധയുള്ള മീമാണ്, ഒന്ന് മണിക്കുക. من بعد وصية يوصين بها أو دين ولهن الربع مما تركتم إن لم يكن لكم ولد فإن كان لكم ولد فلهن الثمن مما تركتم من بعد وصية توصون بها أو دين وإن كان رجل يورث كلالة وإن كان إخفاء وإن كان رجل يورث كلالة أو امرأة وله أخ അവിം വസ്ലിൻ ഹംസ ഒഴിവാകുന്നതാണ്, കൂട്ടി വായിക്കുമ്പോൾ അവിമ്രഅതു വലഹു അഖുൻ ഔ ഉഖ്ത് فلكل واحد منهما السدس فإن كانوا أكثر من ذلك فإن كانوا مد منفصل عنه إخفاء فإن كانوا أكثر من ذلك فهم شركاء في الثلث
من بعد وصية يوصى بها أو دين يوصى بها أو دين يوصى بها أو دين يوصى بها أو دين غير مضار وصية من الله والله عليم حكيم والله عليم حليم. കഴിഞ്ഞ ആയത്തിനോട് സമാനമായിട്ടുള്ള ഒരായത്താണ്. ولكم نصف ما ترك أزواجكم إن لم يكن لهن ولد فإن كان لهن ولد فلكم الربع مما تركن من بعد وصية يوصين بها أو دين ولهن الربع مما تركتم إن لم يكن لكم ولد فإن كان لكم ولد فلهن الثمن مما تركتم من بعد وصية توصون بها أو دين وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت فلكل واحد منهما السدس فإن كانوا أكثر من ذلك فهم شركاء في الثلث من بعد وصية يوصى بها أو دين غير مضار وصية من الله والله عليم حليم. 13ാമത്തെ ആയത്ത് تلك حدود الله ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار خالدين فيها وذلك الفوز العظيم. പതിമൂന്നാമത്തെ ആയത്തോട് تلك حدود الله ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار خالدين فيها وذلك الفوز العظيم. ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين. ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين.
15-ാമത്തെ ആയത്ത് വല്ലാത്തി യഅ്തീനൽ ഫാഹിഷത മിൻ നിസാഇകും ഫസ്തശ്ഹിദു അലൈഹിന്ന അർബഅ ഫസ്തശ്ഹിദു വല്ലാത്തി യഅ്തീനൽ ഫാഹിഷത മിൻ നൗമി നൂന് വാവ് മീമ് യാ സുക്കൂനുള്ള നൂനിന്റെ ശേഷം നൂന് തന്നെ വന്നാൽ നൗമി നൂന് വാവ് മീമിയായി ഈ അക്ഷരത്തിൽപ്പെട്ട ഏത് വന്നാലും കൂട്ടി യോജിപ്പിക്കുക. എങ്ങനെ മിന്നി ആദ്യത്തെ നൂന് രണ്ടാമത്തെ നൂനിലേക്ക് കൊടുത്തും ഒരു നൂനായിട്ട് ഉച്ചരിക്കുന്നു. മിന്നി മണിക്കും ചെയ്യാം. മിന്നിസാഇകും فاستشهدوا عليهن أربعة منكم فإن شهدوا فأمسكوهن في البيوت حتى يتوفاهن الموت أو يجعل الله لهن سبيلا واللاتي يأتين الفاحشة من نسائكم فاستشهدوا عليهن أربعة منكم فإن شهدوا فأمسكوهن في البيوت حتى يتوفاهن الموت أو يجعل الله لهن سبيلا. പതിനാറാമത്തെ ആയത്ത് വല്ലദാനി പ്രത്യേകം ശ്രദ്ധിക്കുക. വല്ലദീന എന്നല്ല, വല്ലദാനി യഅ്തിയാനിഹാ മിൻകും ഫആദൂഹുമാ ഫഇൻ താബാ വഅസ്ലഹാ ഫഅരിദൂ അൻഹുമാ ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമാ. إن الله كان توابا رحيما. واللذان يأتيانها منكم فآذوهما فإن تابا وأصلحا فأعرضوا عنهما إن الله كان توابا رحيما. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من بعد قريب فأولئك يتوب الله عليهم يتوب الله عليهم وكان الله عليما حكيما. 18 وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما.
19-ാമത്തെ ആയത്. يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها ولا تعضلوهن لتذهبوا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة وعاشروهن بالمعروف. ഫായില് സുക്കൂന് മുമ്പ് നീട്ടാനുണ്ട്. فإن كرهتموهن فعسى أن تكرهوا കസറാണ് തർക്കീക്ക് ചെയ്യണം. كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها ولا تعضلوهن لتذهبوا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة وعاشروهن بالمعروف. فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. وإن أردتم استبدال زوج مكان زوج وآتيتم إحداهن قنطارا فلا تأخذوا منه شيئا أتأمرونه بهتانا وإثما مبينا. وإن أردتم استبدال زوج مكان زوج وآتيتم إحداهن قنطارا فلا تأخذوا منه شيئا أتأخذونه بهتانا وإثما مبينا. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് തുടക്കം മുതൽ 20 ആയത്തുകൾ ഇതുവരെ നമ്മൾ ഏകദേശം 2 പ്രാവശ്യമെങ്കിലും ഓതിയിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം കൂടി ഓതിയിട്ട് 3 പ്രാവശ്യം കേൾക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കൊക്കെ എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അല്ലാഹു തആല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇതൊക്കെ നമ്മൾ എപ്പോഴും നിസ്കാരത്തിന്റെ ശേഷമൊക്കെ ദുആ ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക. പരസ്പരം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് നമ്മളൊക്കെ ദുആയിലൊക്കെ മറ്റുള്ളവരൊക്കെ ഉൾപ്പെടുത്തുക. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ഇന്ന് നോമ്പനുഷ്ഠിച്ചവരാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തിങ്കളാഴ്ച ദിവസമാണ് അല്ലേ? അതിന്റെ പുറമെ റജബിന്റെ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. റജബ് മാസത്തിൽ തുടക്കം മുതൽ സാധാരണ നമ്മൾ പറയാറുള്ളത് 96 നോമ്പ്
6 നോമ്പടക്കം റജബും ഷാബാനും റമദാനും 3 മാസം നോമ്പിട്ട് 96 നോമ്പൊന്നും ഉണ്ടാവില്ല. ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. 30 ഓരോ മാസം 30 ഉണ്ടെങ്കിൽ ഉണ്ടാവും. 6 നോമ്പല്ലേ. അപ്പൊ അങ്ങനെ 96 ഉണ്ടാവും. അപ്പൊ പിന്നെ മിക്കവാറും ചിലപ്പോൾ ഏതെങ്കിലും ഒരു മാസം 29 ഒക്കെ, ചിലപ്പോൾ 2 മാസം 29 ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ അങ്ങോട്ട് മാറ്റമൊക്കെ ഉണ്ടാവും. ഏതായാലും നമ്മൾ സാധാരണ പറയുക 96 നോമ്പ് തന്നെ. അള്ളാഹുത്താല നോമ്പറ്റ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുത്താല സാധാരണ എല്ലാ ദിവസവും തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ച നോമ്പ് നിൽക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരെ കണ്ട് അള്ളാഹുത്താല എല്ലാം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതൊക്കെ ഒരു വലിയ സൗഭാഗ്യമാണ്. ധാരാളം ഹൈറായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ധാരാളം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ഇബാദത്തുകളായിട്ട് ദിക്ർ ചൊല്ലുന്നവരായിട്ട് മാറുക, സ്വലാത്ത് ചൊല്ലുന്നവരായിട്ട് മാറുക, അതുപോലെ തന്നെ നോമ്പിനായിട്ട് കഴിഞ്ഞുകൂടാൻ ഭാഗ്യങ്ങൾ ലഭിക്കുക. ഇതൊക്കെ ഒരു വലിയ സൗഭാഗ്യം തന്നെയാണ്. നമുക്കിപ്പോ നോമ്പ് നോൽക്കണതിന് തടസ്സമൊന്നുമില്ല, ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മളെ മനസ്സിൽ ചിലപ്പോൾ സമ്മതിക്കൂല. ഒരുപാട് പ്രയാസമുള്ള ആളുകളുണ്ട്. അള്ളാഹുവിന്റെ എല്ലാവരുടെ പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ പരിപൂർണമായിട്ടും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷം വരെ നോമ്പുറ്റുന്ന ആളുകൾ പ്രാവശ്യം കഴിയാതെ വിഷമിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ എല്ലാവർക്കും നല്ല ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതൊക്കെ നോമ്പ് നോൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയ സന്തോഷവും വലിയ ആവേശവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ ആവേശം നമുക്ക് ചെറിയൊരു വിഷമം വന്നാൽ, പ്രയാസം വന്നാൽ, രോഗം വന്നാൽ അതൊക്കെ മാറി നിൽക്കും. അപ്പൊ അതൊക്കെ നല്ല ഉന്മേഷത്തോടു കൂടെ ഏത് കർമ്മവും അതിൻ്റെതായ രൂപത്തിലൊക്കെ നിർവഹിക്കാനൊക്കെ ഉള്ള തൗഫീഖ് റഹ്മാനെ റബ്ബേ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഈ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ, ഈ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ നോമ്പുകൾ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ. ധാരാളം സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ അവിടത്തൊക്കെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ തിരുസുന്നത്തുകളൊക്കെ മുറുകെ പിടിക്കാനും തിരുസുന്നത്തുകളൊക്കെ പാലിക്കാനൊക്കെ ഉള്ള തൗഫീഖ് റഹ്മാനെ റബ്ബേ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈ റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നീ നൽകണേ റഹ്മാനെ. ഞങ്ങളൊക്കെ ആവേശത്തോടുകൂടെ കാത്തിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ ദുആ ചെയ്യുന്ന ആ പരിശുദ്ധ റമളാൻ റമളാൻ ഞങ്ങളിലേക്ക് നീ റമളാനിനെ നീ എത്തിക്കണേ അല്ലാഹ്. ധാരാളം റമളാനുകളെ സ്വീകരിക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസിനെ പ്രദാനം ചെയ്യുന്ന അല്ലാഹ്. ഈ ആഫിയത്തുള്ള ദീർഘായുസിനെ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങളെ സമയങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് റഹ്മാനെ റബ്ബേ. സമയത്തിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഇബാദത്തുകളിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ആരോഗ്യത്തിൽ, ഞങ്ങളെ വീടുകളിൽ, ഞങ്ങളെ കുടുംബത്തിൽ, ഞങ്ങളെ മക്കളിൽ, പേരമക്കളിൽ റഹ്മാനെ റബ്ബേ, ഭാര്യ ഭർത്താക്കന്മാര് റഹ്മാനെ റബ്ബേ, സഹോദരി സഹോദരന്മാര്, കുടുംബക്കാര്, കൂട്ടുകാര്, അയൽവാസികൾ, സഹപ്രവർത്തകര്, ഭക്ഷണം തന്നവര്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ട് അവർക്കൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ കാര്യത്തിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളെ നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. ഒരുപാട് ദുന്യവിയായ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് റഹ്മാനെ റബ്ബേ. മറ്റുള്ള എല്ലാ ഉദ്ദേശങ്ങളുണ്ട്, നീയൊക്കെ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. ഒരുപാട് കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ്, ചെയ്യുന്നവരുണ്ട് റഹ്മാനെ റബ്ബേ. അതെല്ലാം പൂർത്തീകരിക്കാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഐശ്വര്യം നൽകണേ റഹ്മാനെ. കടങ്ങളില്ലാതെ റഹ്മാനെ റബ്ബേ ഞങ്ങളെ കൈ മേലെയുള്ള കൈയാക്കി മാറ്റണേ റഹ്മാനെ. താഴെയുള്ള കൈയാക്കി മാറ്റല്ലേ റഹ്മാനെ. റഹ്മാനെ റബ്ബേ അങ്ങനത്തെ ഒരു ഗതി ഞങ്ങൾക്ക് ഇനി വരുത്തില്ല റഹ്മാനെ. റഹ്മാനെ റബ്ബേ നല്ല ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. ഞങ്ങളാക്കിയ മാതാപിതാക്കൾ റഹ്മായ റഹ്മാനെ റബ്ബേ, അവർക്ക് നീ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ഖബറാനന്തര ജീവിതം, ഖബർ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബേ ഇന്നത്തെ ദിവസത്തിൽ ഒരു സഹോദരിയോട് വേണ്ടപ്പെട്ട ആളുകൾ റഹ്മാനെ റബ്ബേ പിന്നെ ആണ്ടിന്റെ ദിവസമാണെന്ന് പറഞ്ഞു റഹ്മാനെ റബ്ബേ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അവിടൊക്കെ ബർസഖിയായ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ റബ്ബേ. അവരുടെ ഖബറിൽ നീ വെളിച്ചം എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതുന്നതിൻ്റെയൊക്കെ മിസ്ല സവാബിനെ, ഞങ്ങൾ ഓതുന്ന വിശുദ്ധ ഖുർആന്റെ ഓരോ ഹർഫിന്റെയും റഹ്മാനെ റബ്ബേ പ്രതിഫലത്തെ ഞങ്ങളിൽ നിന്ന് മൗത്തായവരുടെ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ എല്ലാവരുടെയും എല്ലാ സ്വാലിഹീങ്ങളുടെ ഹദറാത്തിൽ
ഹദറാത്തിലേക്ക്, എല്ലാ മഹത്തുക്കളുടെയും ഹദറാത്തിലേക്ക് ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക്, അവിടുത്തെ ഹദറത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ബദരീങ്ങളുടെ ഹദറാത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. എല്ലാ സ്വഹാബ കിറാമിന്റെയും ഹദറാത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ എല്ലാവരുടെയും ഹദറാത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. അവർക്ക് നീ അവരുടെയൊക്കെ ദറജകൾ നീ വർദ്ധിപ്പിച്ചു നൽകണം റഹ്മാനെ. അവരോടുകൂടെ ഞങ്ങൾ ഈ ദുആ ചെയ്യുന്നത് കാരണമായിട്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ റഹ്മാനെ റബ്ബേ നാളെ സുഖലോക സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതാൻ വേണ്ടി പോവുകയാണ്. ആരെങ്കിലൊക്കെ നമ്മുടെ ക്ലാസ് ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലഭിക്കണമെങ്കിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ ആരെങ്കിലൊക്കെ വിളിച്ചിട്ടുണ്ടാവും. മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടത് വാട്സപ്പിലാണ്. വാട്സപ്പ് ഇല്ലാത്ത ആളുകൾ പിന്നെ നമ്മളെ ക്ലാസ് കിട്ടണമെങ്കിൽ വാട്സപ്പിൽ തന്നെ കിട്ടുകയുള്ളൂ. അല്ലാതെ നമുക്ക് അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് ശരിക്കും നോക്കി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പിലും ചെറിയ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ലഭിക്കണമെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മെയിൻ പിന്നെ നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. വിശുദ്ധ ഖുർആന്റെ ഈ പാരായണം ചെയ്യാനൊക്കെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നവരുണ്ടാവും. പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ ഉണ്ടാവും, ഉമ്മമാരൊക്കെ ഉണ്ടാവും. പിന്നെ ക്ലാസ് ലഭിക്കാത്ത കാരണം കൊണ്ട് പിന്നെ നഷ്ടപ്പെട്ടു പോകേണ്ട, അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ പ്രവർത്തനം നല്ല നീയത്തോടുകൂടെ നമ്മുടെ ക്ലാസ് ആയാലും, ക്ലാസ് എടുക്കുന്നതായാലും, ക്ലാസ് കേൾക്കുന്നതായാലും, പഠിക്കുന്നതായാലും എല്ലാം നല്ല അള്ളാഹുവിന്റെ പൊരുത്തത്തിലാകാൻ വേണ്ടിയൊക്കെ നമ്മൾ നല്ല നീയത്തോടുകൂടെ ഒക്കെ ചെയ്യാം. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ, അതിനുള്ള സാഹചര്യം നൽകട്ടെ, സന്മനസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وآتوا اليتامى أموالهم ولا تتبدلوا الخبيث بالطيب ولا تأكلوا أموالهم إلى أموالكم إنه كان حوبا كبيرا. وإن خفتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع. فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم ذلك أدنى ألا تعولوا. وآتوا النساء صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم فيها
وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا وابتلوا اليتامى حتى إذا بلغوا النكاح فإن آنستم منهم رشدا فادفعوا إليهم أموالهم ولا تأكلوها إسرافا وبدارا أن يكبروا ومن كان غنيا فليستعفف ومن كان فقيرا فليأكل بالمعروف فإذا دفعتم إليهم أموالهم فأشهدوا عليهم وكفى بالله حسيبا للرجال نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا وإذا حضر القسمة أولو القربى واليتامى والمساكين فارزقوهم منه وقولوا لهم قولا معروفا وليخشى الذين لو تركوا من خلفهم ذرية ضعافا خافوا عليهم فليتقوا الله وليقولوا قولا سديدا إن الذين يأكلون أموال اليتامى ظلما إنما يأكلون في بطونهم نارا وسيصلون سعيرا يوصيكم الله في أولادكم للذكر مثل حظ الأنثيين فإن كن نساء فوق اثنتين فلهن ثلثا ما ترك وإن كانت واحدة فلها النصف ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد فإن لم يكن له ولد وورثه أبواه فلأمه الثلث فإن كان له إخوة فلأمه السدس من بعد وصية يوصي بها أو دين آباؤكم وأبناؤكم لا تدرون أيهم أقرب لكم نفعا فريضة من الله إن الله كان عليما حكيما ولكم نصف ما ترك أزواجكم إن لم يكن لهن ولد فإن كان لهن ولد فلكم الربع مما تركن من بعد وصية يوصين بها أو دين ولهن الربع مما تركتم إن لم يكن لكم ولد فإن كان لكم ولد فلهن الثمن مما تركتم
من بعد وصية توصون بها أو دين وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت فلكل واحد منهما السدس فإن كانوا أكثر من ذلك فهم شركاء في الثلث من بعد وصية يوصى بها أو دين غير مضار وصية من الله والله عليم حليم تلك حدود الله ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار خالدين فيها وذلك الفوز العظيم ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين واللاتي يأتين الفاحشة من نسائكم فاستشهدوا عليهن أربعة منكم فإن شهدوا فأمسكوهن في البيوت حتى يتوفاهن الموت أو يجعل الله لهن سبيلا واللذان يأتيانها منكم فآذوهما فإن تابا وأصلحا فأعرضوا عنهما إن الله كان توابا رحيما إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها ولا تعضلوهن لتذهبوا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا وإن أردتم استبدال زوج مكان زوج وآتيتم إحداهن قنطارا فلا تأخذوا منه شيئا أتأخذونه بهتانا وإثما مبينا صدق الله
صدق الله العلي العظيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.